അനോറക്സിയ നെർവോസ എന്ന് കേട്ടിട്ടുണ്ടോ? അത്ര പരിചിതമായ വാക്കല്ലെങ്കിലും ഈ അവസ്ഥയുള്ള പലരും നമ്മുടെ ഇടയിലുണ്ട്. ഇതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അസാധാരണമാം വിധം കുറഞ്ഞ ശരീരഭാരം, ഭാരം കൂടുമോ എന്ന തീവ്രമായ ഭയം, ഭാരത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ എന്നിവയാൽ പ്രകടമാകുന്ന ഭക്ഷണ ക്രമക്കേടാണിത്. ഒരുപാട് മെലിഞ്ഞിരിക്കുമ്പോഴും തടിയുള്ളവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയാണിത്. അനോറക്സിയ ഉള്ള ആളുകൾ അവരുടെ ഭാരവും ആകൃതിയും നിയന്ത്രിക്കുന്നതിന് തീവ്രമായി സദാ ശ്രമിക്കും. കൂടാതെ ഭാരം നിയന്ത്രിക്കാൻ അമിതമായ വ്യായാമം ചെയ്യുകയും കാലറി ഭക്ഷണ പരിമിതികൾ വരുത്തുകയും ചെയ്യും. ശരീരഭാരം കൂടുന്നത് തടയാനോ ശരീരഭാരം കുറയുന്നത് തുടരാനോ അനോറക്സിയ ഉള്ള ആളുകൾ സാധാരണയായി അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കർശനമായി നിയന്ത്രിക്കുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം ഛർദ്ദിച്ചോ അല്ലെങ്കിൽ ലക്സേറ്റീവ്സ്, ഡയറ്റ് എയ്ഡുകൾ, ഡയൂറെറ്റിക്സ് അല്ലെങ്കിൽ എനിമ എന്നിവ ദുരുപയോഗം ചെയ്തുകൊണ്ടോ കാലറി ഉപഭോഗം നിയന്ത്രിക്കുന്നു. തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അനോറക്സിയ മൂലമുണ്ടാകുന്ന പോഷകാഹാരക്കുറവ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കിയേക്കുമെന്നാണ്. ഉറക്കം, ഉണർവ് എന്നിവയുമായി ബന്ധപ്പെട്ട ഹോർമോണുകളുടെയും രാസവസ്തുക്കളുടെയും ഉൽപാദനം ഉൾപ്പെടെയുള്ള തലച്ചോറിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അനോറക്സിയ മറ്റ് ഭക്ഷണ ക്രമക്കേടുകൾ പോലെ നിങ്ങളുടെ ജീവിതത്തെ കീഴടക്കിയേക്കാം. അത് മറികടക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ചികിത്സയിലൂടെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലേക്ക് മടങ്ങാനും അനോറക്സിയയുടെ ചില ഗുരുതരമായ സങ്കീർണതകൾ മാറ്റാനും സാധിക്കും. അനോറക്സിയയുടെ കൃത്യമായ കാരണം അജ്ഞാതമാണ്. പല രോഗങ്ങളുടെയും പോലെ ഇത് ജീവശാസ്ത്രപരവും മാനസികവും പാരിസ്ഥിതികപരവുമായ ഘടകങ്ങളുടെ ഒരു സംയോജനമാണ്. അനോറക്സിയയ്ക്ക് മരണം വരെ സംഭവിക്കാവുന്ന സങ്കീർണതകൾ ഉണ്ടാകാം. ഇത് അസാധാരണമായ ഹൃദയതാളം, ഇലക്ട്രോലൈറ്റുകളുടെയും സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ ധാതുക്കളുടെ അസന്തുലിതാവസ്ഥയിലേക്കും നയിച്ചേക്കാം. അനോറക്സിയ ഉള്ള ഒരാൾക്ക് ഗുരുതരമായ പോഷകാഹാരക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ തലച്ചോറ്, ഹൃദയം, വൃക്ക എന്നിവ ഉൾപ്പെടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിച്ചേക്കാം. എല്ലാ അവയവങ്ങൾക്കും കേടുപാടുകളും സംഭവിക്കാം. അനോറക്സിയ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും ഈ കേടുപാടുകൾ പൂർണ്ണമായും പഴയപടി ആക്കാനാകില്ല എന്നത് ഭയപ്പെടുത്തുന്നതാണ്. ശാരീരിക സങ്കീർണതകൾക്ക് പുറമെ അനോറക്സിയ ഉള്ള ആളുകൾക്ക് വിഷാദം, ഉത്കണ്ഠ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ്, സ്വയം മുറിവേൽപ്പിക്കൽ, ആത്മഹത്യാ ചിന്തകൾ അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങൾ തുടങ്ങിയ മറ്റ് മാനസികാരോഗ്യ വൈകല്യങ്ങളും ഉണ്ടാകാം.